ഇത് വീഗാർഡിൻ്റെ VAB750 എന്ന് പറയുന്ന ഒരു BLDC ഇൻ്റലിജൻറ്റ് ബൂസ്റ്റർ പമ്പാണ്. ഇതിൻ്റെ തന്നെ ഒരു പ്രീമിയം മോഡൽ VAB750 Pro എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മോഡലും വീഗാർഡിനുണ്ട്. ഇതിപ്പോൾ 750 വാട്ടാണ് ഈ പമ്പ് എടുക്കുന്നത്. മാക്സിമം 40 മീറ്റർ ഹെഡും 4800 ലിറ്റർ ഒരു മണിക്കൂറിൽ ഔട്ട്പുട്ടുള്ള ഒരു പമ്പാണ് ഇത്. നമ്മൾ സാധാരണ വീടുകളിൽ ബൂസ്റ്റിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുക. 3-4 ബാത്റൂമിന് പല ആൾക്കാരും വീട്ടിൽ മൊത്തത്തിലായിട്ടും ഇത് കണക്ഷൻ കൊടുക്കാറുണ്ട്. അടുക്കളയിലേക്കും ടോയ്ലറ്റിലേക്കും എല്ലാത്തിനും കൂടിയിട്ട് അങ്ങനെ കോമൺ ആയിട്ടും കൊടുക്കാറുണ്ട്. ഇതൊരു BLDC ബൂസ്റ്റർ പമ്പാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഈ ഉപയോഗത്തിനനുസരിച്ച് മാത്രമേ ഇത് കറണ്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ടാപ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബാത്റൂം മാത്രം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് 750 വാട്ട് എടുക്കില്ല, 300 വാട്ടോ അതിന് താഴെ 250 വാട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഉപയോഗം കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടും, തന്നെ കുറയും. അങ്ങനെയാണ് ഇത് സ്പീഡ് വേരി ചെയ്യുന്നൊരു പമ്പാണ്. അപ്പോൾ സ്പീഡ് വേരി ചെയ്തിട്ട് അത് ആ കറണ്ട് മാത്രം എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് BLDC പമ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കുറവായിരിക്കും. നമ്മുടെ സാധാ ഇൻഡക്ഷൻ പമ്പുകളാണെങ്കിൽ 3 ഇരട്ടിയൊക്കെ കറണ്ട് എടുക്കുമായിരിക്കും. ഇത് സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കുറവായിരിക്കും. എത്രയാണോ കൺസംഷൻ ആ വാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ 100 വാട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കറണ്ട് മാത്രമേ ഇത് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെർട്ടർ ഫ്രണ്ട്ലി പമ്പുമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻസ്റ്റലേഷൻ സൈറ്റുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ പല സൈറ്റുകളിലെ കംപ്ലയിൻറ്റ് നോക്കുന്ന സമയത്തും പലപ്പോഴും സൈറ്റിലെ ഇൻസ്റ്റലേഷൻ കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ചില കംപ്ലയിൻറ്റുകളും. അപ്പോൾ അതെങ്ങനെ നോക്കാം എന്ന് മൊത്തത്തിൽ നോക്കുന്ന ചെറിയൊരു വീഡിയോ ആണിത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണാം. അത് നമുക്ക് ഇപ്പോൾ വീഗാർഡിനാണെങ്കിൽ ശരിക്കും VAB750, VAB750 Pro എന്നീ 2 മോഡൽസാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് VAB750 ആണ് പമ്പ്. പിന്നെ ഇത് നെഗറ്റീവ് സെക്ഷൻ ഇല്ലാത്തൊരു പമ്പാണ്. അതായത് താഴേന്ന് വെള്ളം വലിക്കാനായിട്ട് ഈ പമ്പിന് കപ്പാസിറ്റി ഇല്ല. അത് VAB750 Pro എന്ന് പറയുന്ന മോഡലിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു കേസിൽ സാധാരണ എപ്പോഴും മേലത്തെ ടാങ്കിൽ നിന്നാണ് നമ്മൾ വെള്ളം ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു പ്രശ്നമില്ല. പക്ഷേ താഴേന്ന് വലിക്കാൻ ഇതിന് കപ്പാസിറ്റി ഇല്ല. Pro എന്ന മോഡലിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇൻവെർട്ടർ ഫ്രണ്ട്ലി ആണ് ഈ പമ്പ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മാക്സിമം 750 വാട്ടാണ് ഈ മോഡൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിന് നമ്മുടെ 1200 ഇതിൻ്റെയൊക്കെ വാട്ടിൻ്റെ അല്ലെങ്കിൽ 1500 വാട്ടിൻ്റെ ഇൻവെർട്ടർ ആയിരിക്കും. പക്ഷേ അത് മാത്രം നോക്കിയിട്ട് പോരാ, ഈ 750 വാട്ട് ഈ പമ്പ് തന്നെ എടുക്കും. ബാക്കി ഇൻവെർട്ടറിൽ നമ്മുടെ എന്തൊക്കെ കണക്ക് ലോഡുകളുണ്ടോ അതിനെല്ലാം കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെർട്ടർ വെച്ചാൽ മാത്രമേ ശരിയായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളും വർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ പമ്പ് കൂടി ഓണായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻവെർട്ടർ ട്രിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ പമ്പുകൾ നമ്മളെപ്പോഴും സാധാരണ വീടുകളിൽ ഫുൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. 3 ബാത്റൂം അല്ലെങ്കിൽ 4 ബാത്റൂമുള്ള വീടുകളാണ് സാധാരണ ഉപയോഗിക്കുക. പിന്നെ ചില ആൾക്കാർ വീടുകളിൽ മൊത്തം കണക്ഷനിലോട്ടും കൊടുത്തിടാറുണ്ട്. അപ്പോൾ എപ്പോഴും പമ്പ് ഓണായിരിക്കും. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് തന്നെ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഇതിനുണ്ട്. ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് പമ്പിന്. ലോ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ പമ്പ് തന്നെ കട്ടാകും. പക്ഷേ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ DB ബോക്സിൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. വീട്ടിൽ പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പമ്പിൽ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ വാട്ടർ ക്വാളിറ്റി ഇങ്ങനത്തെ പമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ്. കമ്പനി പറയുന്നത് ക്ലിയർ കോൾഡ് ഫ്രഷ് വാട്ടർ എന്നാണ്. പല സ്ഥലത്തും ക്ലോറിൻ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും വെള്ളത്തിൽ, പൈപ്പ് വെള്ളത്തിൽ. പിന്നെ മറ്റേ ചളിയുടെ, ഇരുമ്പിൻ്റെ കറ, അങ്ങനെ പല പ്രശ്നങ്ങൾ. ബോർവെല്ലിൻ്റെ വെള്ളങ്ങളാണെങ്കിൽ അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളങ്ങൾ മാത്രം അങ്ങനെ കണക്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അത്രയും കാലം ലൈഫ് കിട്ടും. ഇതിനുള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പമ്പ് സൈഡ് വരുന്നത്. SS304 ആണ് ഷാഫ്റ്റും പമ്പ് ഇമ്പലറും ഡിഫ്യൂസറും ബൗൾ സെറ്റ് എല്ലാം വരുന്നത്. പക്ഷേ റബ്ബർ പാർട്സും മറ്റുള്ളത് കൊണ്ട് ക്ലോറിൻ കണ്ടൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ബോർവെല്ലിലെ വെള്ളം അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് ലോങ് ടൈമിൽ ചിലപ്പോൾ ഡാമേജ് വരാനുള്ളൊരു ചാൻസ് വരാം. അതുകൊണ്ട് എപ്പോഴും എത്രയും നല്ല വെള്ളം, ഫിൽറ്റർ ചെയ്ത വെള്ളം എപ്പോഴും മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ പമ്പ് എപ്പോഴും ഇങ്ങനെയാണ് വെക്കേണ്ടത്. ചില ആൾക്കാർ ഇതിങ്ങനെ തൂക്കിയിടുക അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാനൊക്കെ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കമ്പനി പറയുന്നത് ഈ പമ്പ് ഇങ്ങനെ വെക്കാനാണ്. മറ്റേ പൊസിഷനിൽ നമ്മൾ തൂക്കിയിടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ വെള്ളം കയറാനും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കമ്പനി എപ്പോഴും പമ്പ് ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് പറയുന്നത്. പിന്നെ വെക്കുന്ന സമയത്ത് എപ്പോഴും ഇത് മാക്സിമം മൂടി വെച്ചിട്ട് നല്ലപോലെ വെക്കാൻ നോക്കുക. എന്നുവെച്ചാൽ അത്യാവശ്യം വിലയുള്ള പമ്പായതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കെയറിങ് എല്ലാം കൊടുത്ത് ചെയ്യുക. പിന്നെ ഇതിനുള്ളിൽ ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അധികം വെയിൽ കൊണ്ടോ മഴ നനയാതോ ഒക്കെ നോക്കുക. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ ഇതിന് പ്രത്യേകം ഒരു കവറിങ് എല്ലാം കൊടുത്ത് തീരെ വെള്ളം നനയാതെയോ ഇല്ല ടെറസിലെ വെള്ളം പൊന്തിയിട്ട് പമ്പിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറാനുള്ള അവസരം ഇല്ലാതെയോ ഒക്കെ സൂക്ഷിച്ച് കണ്ടും ഇത് വയ്ക്കുക. വെള്ളം കയറി കഴിഞ്ഞ് ബോർഡൊക്കെ പോയി കഴിഞ്ഞാൽ സർവീസിന് വരുമ്പോൾ ബോർഡിനൊക്കെ നല്ല കോസ്റ്റ് വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ വെള്ളം കയറി പോയി കഴിഞ്ഞാൽ കമ്പനി വാറണ്ടി കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിയിലാണ് ഇൻലെറ്റ് വരുന്നത്, മേലെയാണ് ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റും 1 ഇഞ്ചാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ ഈ മെയിൻ ടാങ്കിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിലത്തെ പൈപ്പ് സൈസ് വലുതായിരിക്കും. അത് നമ്മളപ്പോൾ റെഡ്യൂസർ ഇട്ട് ചെറുതാക്കി ഇതിലേക്ക് കൊടുക്കുക. പക്ഷേ പൈപ്പ് സൈസ് ഇപ്പോൾ ഒന്ന് ചെറുതായെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലോ തള്ളലിലോ കാര്യങ്ങളോ കുറവും ഒന്നും യൂഷ്വലി
ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഓണാക്കി നോക്കാം. ഇതിന് 3 ബട്ടണാണ് വരുന്നത്. ഒരു പവർ ബട്ടണും പിന്നെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനുള്ള 2 ബട്ടണാണ്. ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് പ്രഷറും ഇത് കറണ്ട് പ്രഷറുമാണ്. ഇതിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് 0.0. അപ്പോൾ സെറ്റ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രഷർ. അതിങ്ങനെ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഈ കാണിക്കുന്നത് ശരിക്കും മീറ്ററാണ് ഹെഡ് എന്ന് പറയുന്നത്, അല്ലാതെ ബാറല്ല. ഇപ്പോൾ ഇതിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഈ 14 ഡ്രൈ റൺ അടിച്ചതാണ്. ഓഫ് ചെയ്യുന്നു, ഓണാക്കുന്നു. 25 എന്ന് പറയുന്നത് 25 മീറ്റർ ഹെഡിലാണ് ഇപ്പോൾ പമ്പ് വർക്ക് ചെയ്യുന്നത്. അത്രയാണ് ഇതിൻ്റെ ഇതുണ്ടാവുക. അല്ലാതെ ഇത് ബാറല്ല. ഇത് 30 മീറ്ററാണ്. ബാർ ആക്കണമെങ്കിൽ നമ്മൾ 10 കൊണ്ട് ഹരിച്ചാൽ മതി. 30 എന്ന് പറഞ്ഞാൽ 3 ബാർ, 25 എന്ന് പറയുമ്പോൾ 2.5 ബാർ, അങ്ങനെയാണ് വരിക. പിന്നെ ഇതിൽ കറണ്ട് സേവ് ചെയ്യാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെത്താൻ ഡിസ്പ്ലേ ഓഫായി പോകും. അത് നമ്മൾ മൊബൈലിലെ സ്ക്രീനിലൊക്കെ പോലെ തന്നെത്താൻ ഡിസ്പ്ലേ ഓഫാകും. അത് പക്ഷേ പമ്പ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഇല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ ഓഫായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ തന്നെ തെളിയും. നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതിനെ നമ്മളിത് എപ്പോഴും ഇങ്ങനത്തെ പമ്പുകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഒരു വാൽവ് കൊടുത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ യൂണിയനും പിടിപ്പിക്കാനും നോക്കുക. അപ്പോൾ സർവീസ് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അഴിച്ചെടുക്കാനും കാര്യങ്ങൾക്കും എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ഒന്നുള്ളത് ഫിൽറ്ററാണ്. ഇത് മൾട്ടി സ്റ്റേജ് പമ്പാണ്. 4 സ്റ്റേജോളം വരും. അപ്പോൾ നമ്മൾ ഈ കരടും മണ്ണോ ചളി അതൊക്കെ കയറി കഴിഞ്ഞാൽ സ്റ്റക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലൈനിൽ എപ്പോഴും ഒരു ഫിൽറ്റർ പിടിപ്പിക്കാൻ നോക്കുക. അതൊന്നും പമ്പിനുള്ളിലേക്ക് കയറി പോകാതിരിക്കാനായിട്ട്. പിന്നെ ഒന്നുള്ളത് ബൈപ്പാസ് വാൽവ് വയ്ക്കുക. എന്തെങ്കിലും കാരണവശാൽ പമ്പ് വർക്ക് ചെയ്യാത്തൊരു സിനാരിയോ അല്ലെങ്കിൽ സർവീസ് ചെയ്യേണ്ട ആവശ്യമോ കറണ്ട് ഇല്ലാത്തൊരു പ്രശ്നം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോർമൽ വെള്ളം കിട്ടാനായിട്ട് ഒരു ബൈപ്പാസ് വാൽവ് പിടിപ്പിക്കുക. ബൈപ്പാസ് വാൽവ് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു സ്പ്രിംഗ് ടൈപ്പ് വാൽവോ അല്ലെങ്കിൽ ഒരു ബോൾ വാൽവോ യൂസ് ചെയ്യുക. പല ആൾക്കാരും ഈ സോളാറിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് വെറും ഒരു ബ്രാസ് വാൽവ് പിടിപ്പിക്കും. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ സീലിംഗ് അത്ര പ്രോപ്പർ ആവില്ല. പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സീലിംഗ് ശരിക്കല്ലെങ്കിൽ അതിൽ ചെറിയ ലീക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഇൻലെറ്റ് ഔട്ട്ലെറ്റ് നമ്മളിങ്ങനെ ലൂപ്പായിട്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ബോൾ വാൽവ് അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈപ്പ് വാൽവുകൾ മാത്രം ബൈപ്പാസ് വാൽവായിട്ട് ഉപയോഗിക്കാം. പിന്നെ കവറിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മഴവല്ലാതെ വൃത്തിയായിട്ട് കവർ ചെയ്ത് വയ്ക്കുക. ഇനി പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്, ഇതാണ് ഇതിൻ്റെ പ്രൈമിംഗ് ഹോൾ വരുന്നത്, നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ഇതെങ്ങനെ തുറക്കും എന്നുള്ളത്. ഇതിൻ്റെ കൂടെ കമ്പനി വേറെ ടൂളൊന്നും കൊടുത്തിട്ടില്ല. ഇത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. നമ്മൾ അഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് അഴിച്ചില്ലെങ്കിൽ ഇത് ചതഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ ത്രെഡ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു സ്ക്രൂ ഡ്രൈവറോ കാര്യങ്ങളോ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുക, അതാണ് ഒരു ഓപ്ഷൻ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനത്തെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇതിന് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയോ അങ്ങനെ ചെയ്തിട്ടും ഇതും അഴിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സാധാ ഉള്ളൊരു ഇൻസ്റ്റലേഷൻ ഇങ്ങനെയായിരിക്കും. വാട്ടർ ടാങ്ക് ഉണ്ടായിരിക്കും. വാട്ടർ ടാങ്കിൽ നിന്ന് ലൈൻ വരുന്നു. അത് വരുന്ന ലൈനിലെ ആൾക്കാർ പമ്പ് പിടിപ്പിക്കും. അതിൽ നിന്ന് ഔട്ട് താഴോട്ടും കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഉള്ള പ്ലംബിങ് ചെയ്തൊരു വീട്ടിലാണെങ്കിൽ പലപ്പോഴും ആൾക്കാർ ഇങ്ങനത്തെ ഇൻലെറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതായത് ടാങ്കിൽ നിന്ന് താഴോട്ട് പോകുന്ന ലൈൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലായിരിക്കും പമ്പ് പിടിപ്പിക്കുക. ഇതാണ് ഇവിടെ പമ്പ്, ഇതാണ് വാട്ടർ ടാങ്ക്. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആ ലൈനിൽ സാധാരണ എയറിൻ്റെ ഒരു ലൈൻ കൊടുക്കും. അപ്പോൾ ഈ എയറിൻ്റെ ലൈൻ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, ഈ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം വലിക്കുന്നതിൻ്റെ ഒപ്പം ഇവിടെ നിന്നും വലിക്കും. അപ്പോൾ പലപ്പോഴും ഇതിലത്തെ എയർ വന്നിട്ട് ഈ പമ്പിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ടാങ്കിൽ നിന്ന് പമ്പിലോട്ട് പോകുന്ന ലൈനിൽ വേറെ എയർ ലൈനൊന്നും കൊടുക്കാതിരിക്കുക. എയർ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് വേറെ ലൈനായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ വേറെ ഒന്നാണ്, പ്രഷർ വേണ്ട ലൈനും പ്രഷർ വേണ്ടാത്ത ലൈനും ഉണ്ടാവും ഒരേ വീട്ടിൽ. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ ഈ താഴോട്ട് പമ്പിലോട്ട് പോകുന്ന ലൈനിൽ തന്നെ ഒരു ലൈൻ കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ കൊടുക്കും, ഒരു ടീ ഇട്ടിട്ട്. അതിന് പ്രശ്നം, ഈ പമ്പ് വെള്ളം വലിക്കുമ്പോൾ ഇവിടെ നിന്നും വലിക്കും, ഇവിടെ നിന്നും വലിക്കും. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം വരും, ഇവിടെ നിന്ന് വലിക്കുമ്പോൾ ഇവിടെ ടാപ്പ് അടിയിൽ അടവാണെങ്കിൽ ഒരു വാക്വം പോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പമ്പ് വെള്ളം കിട്ടാത്തൊരു സെൻസിങ് വന്നിട്ട് ഇവിടെ നിന്ന് ഇത്രയധികം ടാങ്ക് നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പോലും സക്ഷനിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് വരിക. വെള്ളം കിട്ടാത്ത പോലെ ഇവിടെ നിന്ന് വലിക്കുമ്പോൾ വരാത്തതുകൊണ്ട്. അപ്പോൾ വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കും. അതായത് ടാങ്ക് ഫുള്ള് വെള്ളം ഉണ്ടാവും, പക്ഷേ പമ്പ് ഡ്രൈ ആണെന്നുള്ള എറർ കാണിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഒന്നുകിൽ ഇവിടെ നിന്ന് എയർ കയറുന്നത്, അല്ലെങ്കിൽ താഴോട്ടുള്ള ലൈനിൽ. അപ്പോൾ ഈ ലൈനും ഇവിടെ നിന്ന് കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ഈ ലൈൻ, എയറിൻ്റെ ലൈനും നമ്മൾ കട്ട് ചെയ്യുക. അതൊന്നുകിൽ എൻഡ് ഗ്യാപ്പിട്ട് അടച്ചു വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഇല്ലാതെ തന്നെ ചെയ്യുക, പ്ലംബിങ് ചെയ്യുമ്പോൾ തന്നെ. അതാണ് ഇൻസ്റ്റലേഷനിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ഭൂരിഭാഗം കംപ്ലയിൻറ്റ് നമുക്ക് വരുന്നതും പലപ്പോഴും ഈ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ ഒരു കംപ്ലയിൻ്റ് ഉള്ളത്, ആൾക്കാർ പമ്പ് ഫിറ്റ് ചെയ്യുന്നു, മേലത്തെ ടാങ്കിൽ വെള്ളമുണ്ട്, തുറക്കുന്നു, പ്രൈം ചെയ്യുന്നു, അതിനുശേഷം അടച്ചു കഴിഞ്ഞിട്ട് ഓണാക്കി കഴിഞ്ഞാൽ പമ്പ് കുറച്ച് നേരം ഓടുന്നു, പിന്നെ ഡ്രൈ റൺ അടിക്കുന്നു. അതിലുണ്ടാകുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും മൾട്ടിപ്പിൾ സ്റ്റേജാണ്, കുറേ സ്റ്റേജുകളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിതിൽ വെള്ളം ഒഴിച്ചാൽ പോലും ഈ ലൈനിലെ എയർ കുറച്ച് വന്നിട്ട് ഈ സ്റ്റേജിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാപ്പായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത്, വൺസ്
ഡ്രൈ റൺ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഈ പവർ ബട്ടൺ ഞെക്കി ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് വീണ്ടും ഈ പ്രൈമിംഗ് പ്ലഗ് അഴിക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടിയും പ്രൈം ചെയ്യുക. ചിലപ്പോൾ വീണ്ടും എടുക്കില്ല. അങ്ങനെ ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു പ്രാവശ്യം മാത്രം പ്രൈം ചെയ്താൽ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് സാധാരണ തോന്നും മേലത്തെ ടാങ്കിൽ നിറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഒരു പ്രാവശ്യം പ്രൈം ചെയ്താൽ ശരിയാവേണ്ടതല്ലേ, പിന്നെ വരേണ്ടത്. പക്ഷേ ഇതാണ് പ്രശ്നം. ഇത് മൾട്ടിപ്പിൾ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഈ ഇടയിലത്തെ സ്റ്റേജിൻ്റെ ഇടയിൽ ഈ ലൈനിൽ കിടക്കുന്ന എയർ വന്നിട്ട് ബ്ലോക്കായി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2, 3, 4 പ്രാവശ്യം ചിലപ്പോൾ ഇങ്ങനെ പ്രൈം ചെയ്യേണ്ടി വരും വീണ്ടും. എന്നാൽ മാത്രമേ അത് ശരിയായിട്ട് വർക്ക് ചെയ്യാനുള്ളൂ. പമ്പിൽ ശരിക്കും ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ മേലത്തെ ടാങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ വെള്ളം ഇല്ലാത്തൊരു അനാവസ്ഥ വന്നു കഴിഞ്ഞാൽ പമ്പ് കുറച്ച് 30 സെക്കൻഡൊക്കെ ഓടി വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ സെൻസ് ചെയ്തിട്ട് തന്നെ ഡ്രൈ റൺ അടിച്ച് നിൽക്കും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തന്നെത്താൻ ട്രൈ ചെയ്യും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യും. പിന്നെ പെർമനൻ്റ്ലി ഓഫ്. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അതിൻ്റെ പമ്പിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും മേലത്തെ ടാങ്കിൽ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ വെക്കാൻ പറ്റിയാൽ എപ്പോഴും നല്ലതാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ടാങ്കിലെ വെള്ളം കഴിഞ്ഞു, നമ്മൾ അറിഞ്ഞില്ല, പമ്പ് ഡ്രൈ റൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെറസിൻ്റെ മേലെ എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ പോയിട്ട് പിന്നെ ഇത് മുഴുവൻ പ്രൈമിംഗ് ഒക്കെ അവിടെ ഇരുന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പല സൈറ്റിലും കണ്ടിട്ട് പ്രായമുള്ള ആൾക്കാരായിരിക്കും വീട്ടിൽ ഇത് വെക്കുന്ന സ്ഥലമാണെങ്കിൽ കോണിയുടെ ചോട്ടിലോ അങ്ങനെ പല സ്ഥലങ്ങളിലായിരിക്കും വെക്കുക. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ വീട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് അതാണ്. അപ്പോൾ അതാകുമ്പോൾ ഒരിക്കലും എയർ കയറുന്നൊരു ഇഷ്യൂ പിന്നെ രണ്ടാമത് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ VAB 750 പമ്പിൻ്റെ ഇൻസ്റ്റലേഷനിൽ ശ്രദ്ധിക്കാനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന് മറ്റ് സാധാരണ പമ്പ് അഴിക്കേണ്ടത് എങ്ങനെ, ബാക്കി എന്തൊക്കെ കംപ്ലൈൻറ്റ് വരും, ഇതിൻ്റെ PCB അല്ലെങ്കിൽ ബോർഡ് എങ്ങനെ മാറ്റണം, അതൊക്കെ നമ്മൾ വേറെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ VAB 750 Pro എന്ന് പറയുന്ന പമ്പാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഇൻസ്റ്റലേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വാൽവും യൂണിയനും ഫിൽറ്ററും കാര്യങ്ങളെല്ലാം അതിനും ബാധകം തന്നെയാണ്. അതിലാകെയുള്ള വ്യത്യാസം അതിന് നെഗറ്റീവ് സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എയർ കയറുന്ന കേസുകളിൽ ഒരുപക്ഷെ കുറച്ചുകൂടിയും നന്നായിട്ട് പെട്ടെന്ന് പ്രൈം ചെയ്തെടുക്കാൻ ആ പമ്പിന് പറ്റുമായിരിക്കും. അതുമാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ പമ്പിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്, പമ്പിൻ്റേതായ വ്യത്യാസങ്ങൾ. അതല്ലാതെ ഇൻസ്റ്റലേഷനിൽ കാര്യങ്ങളെല്ലാ പമ്പുകളിലും കോമൺ ആണ്. അത് എല്ലാവരും ശ്രദ്ധിച്ച് ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം.